എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി പറഞ്ഞാൽ ഓവർ കറി ഇതായിട്ടല്ല, ചാറ് കറി ആയിട്ടല്ല, ജസ്റ്റ് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളത്, സിമ്പിളായിട്ട് നമുക്ക് വേഗം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നേരെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആൻറ്റിയും അതേപോലെ തന്നെ കസിനുമാണ് ഈ പറയുന്ന കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടേതായിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ നോർമൽ കടായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചീഞ്ചട്ടി അങ്ങനെയാണ് ഞാൻ, അല്ലെങ്കിൽ ഉരുളി, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കാറ്. പക്ഷേ ഇവിടെ സ്പെഷ്യലായിട്ട് അവർ വേറെ ഒരു കുറച്ചും കൂടി ഇത് പറയുന്നത് കിൻറ്റാലിയത്തിൻ്റെയാണ് ചീഞ്ചട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കറി വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ടിപ്സ് ആയല്ലോ. ഇനി നമുക്ക് നോക്കാം ഇതിലേക്ക്. അവർ കിൻറ്റാലിയം വെച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റി. അതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 5 പച്ചമുളക് കീറിയതും അതേപോലെ തന്നെ ഇഞ്ചിയുണ്ട്. ഇഞ്ചി 2 കഷ്ണമാണ്. അതിന് ചെറുതായിട്ട് കൊത്തിയരിയില്ലേ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ടുണ്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിമ്മിലേക്ക് വെച്ചിട്ട്, സ്ലിമ്മല്ല മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ദെൻ ഇതിലേക്ക് ആഡ് ചെയ്തത് 4 സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിക്കും അത് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാവിടെയും എണ്ണയാവാൻ വേണ്ടിയിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിന് ശേഷം അതെന്ത് ചെയ്ത് വെച്ചാൽ അത് അടച്ച് വയ്ക്കുക. നോക്കിയാൽ സ്ലിമ്മിലേക്ക് ഒരു മീഡിയം, അതായത് മാക്സിമത്തിൽ വെച്ചിട്ടല്ല അടച്ച് വെക്കേണ്ടത്, ഒരു മീഡിയം അല്ലെങ്കിൽ സ്ലിമ്മിൽ വെച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യുക, കവർ ചെയ്യുക പറഞ്ഞാൽ അടച്ച് വയ്ക്കുക. ഇത് അടച്ചു വെച്ചതിന് ശേഷം അടുത്ത സ്റ്റൗവിൽ നമ്മൾ ചീഞ്ചട്ടി വെക്കുന്നു. അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നു. അതായത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെയുള്ളത് മുളക് പൊടിയും അതേപോലെ തന്നെ മീറ്റ് മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യാന്നറിയാം, ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ചിക്കനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ, ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ചിക്കനിലേക്ക് ഡയറക്റ്റായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇവിടെ ആൻറ്റി സ്പെഷ്യൽ എന്ന് പറഞ്ഞവർ അവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാറുണ്ട്, ചൂടാക്കിയിട്ടാണ് ഈ ചിക്കനിലേക്ക് അവരെന്ത് ചെയ്യുന്നതെന്നറിയോ, ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഓരോ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളിലെ ഈ ചിക്കൻ പീസ് ഒരു പ്ലേറ്റിലേക്ക് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മീറ്റ് മസാല എല്ലാം കൂടി നമ്മളൊരു ചീഞ്ചട്ടിയിൽ ചൂടാക്കിയില്ലേ, ആ ചൂടാക്കിയത് നമ്മൾ ഈ പറയുന്ന ചിക്കൻ പീസുകളിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, കുഴച്ചെടുക്കുക പറഞ്ഞാൽ സ്പൂൺ വെച്ചാലൊന്നും നമുക്ക് ഈ പറയുന്ന എല്ലാം അവിടെ ആവില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കുഴച്ചോളൂ. ഓക്കെ, ഇതിലേക്ക് ഈ ചിക്കണിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉപ്പ് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ സവാളയ്ക്ക് അവിടെ ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ഇവിടെ ആൻറ്റി ചെയ്യുന്ന സമയത്ത് സവാളയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ചിക്കണിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്തിട്ടാൽ മതി, ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, കുഴച്ചെടുക്കുക. ഞങ്ങൾ ഈ പറയുന്ന ചിക്കനിൽ ഈ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിരുന്ന ഗ്യാപ്പിൽ അപ്പുറത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല സവാള, അത് വെന്തോ നോക്കി. അപ്പോൾ ഏകദേശം ഒരു മുക്കാലൊക്കെ ആയിട്ടുണ്ട്, വെന്തിട്ട് ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ചിക്കനെ ആ പ്ലേറ്റിലിട്ടിട്ട് കുഴയ്ക്കാൻ അത്ര അങ്ങോട്ട് പറ്റാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിലേക്ക് ചീഞ്ഞിട്ട് സവാള ഇട്ടുണ്ടായിരുന്നല്ലോ, ആ സവാള വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഏതൊക്കെ മല്ലി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചൂടാക്കി വെച്ചില്ലേ, അതിലത്തെ എല്ലാ പൊടിയും നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലത്തെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ സമയത്ത് സവാളിലേക്ക് ആഡ് ചെയ്തു. പിന്നീട് തക്കാളി, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 1.25 തക്കാളി ഉണ്ട്, അത് ജസ്റ്റ് നീളത്തിൽ അരിഞ്ഞത് ഈ പറഞ്ഞ സവാളയ്ക്കൊപ്പം ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ദെൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതൊക്കെ ചിക്കനിൽ മസാലപ്പൊടികളൊക്കെ ആയിട്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പറഞ്ഞ സവാളയും ഇതെല്ലാം ഇതിലേക്ക് ആവണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക കേട്ടോ. മാക്സിമത്തിലല്ല, ഇളക്കുന്ന സമയത്ത് മീഡിയത്തിലോ അല്ലെങ്കിൽ സ്ലിമ്മിലോ വേണം ചിക്കൻ കറി ഇതിലേക്ക് ആക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് അടച്ച് വെക്കണേ. അടച്ച് വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം എന്ത് ചെയ്യാൻ, അടച്ച് വെക്കാൻ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. ഇത് ശരിക്കും ആവിയിൽ തന്നെ വെന്ത് കിട്ടണം. ഓൾറെഡി ഈ പറയുന്ന ചിക്കൻ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയത്തിലൊക്കെ വെക്കുക അല്ലെങ്കിൽ സ്ലിമ്മിലേക്ക് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിക്കനിൽ നിന്ന് എന്ത് വരും, വെള്ളം വരും. ഓക്കെ, ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു അടപ്പ് വെച്ച് നോക്കുമ്പോൾ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിനെ എല്ലാം കൂടി കവർ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു ബേസിൻ വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഒരു 10 മിനിറ്റ് ആയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് വെള്ളം ഇറങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിലിനി എരിവിൻ്റെയോ ഉപ്പിൻ്റെയോ എന്തെങ്കിലും കുറവുണ്ടോ നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഈ പറയുന്ന കണ്ടോ വെള്ളം വന്ന് കണ്ടോ, അതിലേക്ക് നമ്മളിനി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചിക്കനിലേക്ക് കറക്റ്റായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റ് നോക്കാം. എന്നിട്ട് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കിൻഡാലി ആയതുകൊണ്ടാണ് നമ്മളിത് എന്ത് വെച്ചാലും ഇത്ര ഒരു മീഡിയത്തിൽ വെച്ചാലും അടി പിടിക്കാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ് ആകുമ്പോഴേക്കും കറിയാവും. നമ്മളിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി ടേസ്റ്റൊക്കെ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ ശേഷം നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കുക. എന്നിട്ട് അത് ഇളക്കി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ചിക്കൻ കറി കറക്റ്റ് നമുക്ക് എടുത്ത സമയം ആവാൻ വേണ്ടി എടുത്തൊരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം അത് പിന്ത് ചിക്കൻ തന്നെ ആയിരുന്നു, അതുകൊണ്ട് വേഗം പറ്റി. ഇത് കാരണം ഇത് കുക്കറിലല്ലല്ലോ നമ്മൾ വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവാൻ പറ്റും. പക്ഷേ കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടും ഈ പറയുന്ന ആവിയിൽ തന്നെ വെന്ത് കിട്ടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ദെൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി പറഞ്ഞാൽ ഒരുപാട് ഇങ്ങോട്ട് ഇളക്കുകയല്ല, ജസ്റ്റ് ഒന്ന് എല്ലാവരെയും പ്രസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് അത് കഴിയുമ്പോഴേക്കും എന്തായി, ചിക്കൻ കറി സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ കറി റെഡി. അതിൽ ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനില്ല, ഞാൻ ജസ്റ്റ് ക്യാമറ മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അസിസ്റ്റൻ്റ് ഓൺലി അല്ലേ. ഓക്കെ, ഇതിൽ കറി ഉണ്ടാക്കിയത് ആൻറ്റിയും ആൻറ്റിയുടെ മോളാണ്, കസിൻ സിസ്റ്ററുമാണ് ഉണ്ടാക്കിയത്. അതേപോലെ കസിൻ സിസ്റ്ററിൻ്റെ മോളുണ്ട്, മോൾ ചെറിയ കുട്ടിയാണ്. ആൾ സൂപ്പറായിട്ട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യും. ഓരോ കളിയും പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ അവിടെയുള്ള പൂച്ചക്കുട്ടിനെയും അവിടെ പിന്നെ പാരറ്റ്സൊക്കെ ഉണ്ട്, അപ്പോൾ ആ പാരറ്റ്സൊക്കെ കളിപ്പിക്കാനും അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിൽ ഈ പറയുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും അതായത് സജഷനൊക്കെ പറഞ്ഞ കസിനും അങ്കിൾക്കും അതേപോലെ കറി ഉണ്ടാക്കി തന്ന ആൻറ്റിക്കും അതേപോലെ കസിൻ സിസ്റ്റർക്കും ഒരുപാട് നന്ദി പറയുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു.